സ്കൂൾ പഠിക്കുമ്പോഴേ ഞാനിങ്ങനെ ക്ലാസ്സിൽ ഭയങ്കര മൂടിയായിട്ടിരിക്കുമ്പം ഒരു സിസ്റ്റർ ജിസ ഉണ്ടായിരുന്നു, ജിസാസ്റ്റർ ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സ്കൂൾ എൻ്റെ മാക്സിമസ് ടീച്ചറായിരുന്നു പ്രസൻറ്റേഷൻ കോൺവെന്റിൽ. അപ്പം എൻ്റെ ലൈഫ് ഒരുപാട് മാറ്റിയതും അല്ലെങ്കിൽ ഈ അനുമോളുടെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട ആളുകളാണ് സിസ്റ്റർ ജിസയൊക്കെ എൻ്റെ സ്കൂളിൽ. അപ്പോൾ ജിസാസ്റ്റർ എന്ത് ചോദിച്ചാൽ ഈ കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ മൂടിയായിട്ട് ഇരിക്കുകയല്ലേ ഫുൾ ടൈം എന്ന് വിചാരിച്ചു. അച്ഛൻ മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ ലഞ്ച് ബ്രേക്കിനും എന്നോട് പറയും 5 പേരെ ഒബ്സർവ് ചെയ്തിട്ട് സിസ്റ്റർക്ക് വന്ന് പറഞ്ഞു കൊടുക്കണം. 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ പ്രായത്തിലൊക്കെ. അപ്പോൾ ഞാനൊരു സിസ്റ്ററോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ സിസ്റ്റർ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും എന്നൊന്ന് എൻഗേജ്ഡ് ആകാൻ, ഈ കുട്ടി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് സിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനത് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പം എനിക്കത് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എനിക്ക് ആളുകളുടെ മാനറിസംസും ബോഡി ലാംഗ്വേജൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അന്നിപ്പോൾ നമ്മൾ സിനിമയിൽ വരുന്നോ നടിയാവുന്നോ ഒന്നും എനിക്കും അറിയില്ല, സിസ്റ്റർക്കും അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് എന്തോ സിസ്റ്റർ അങ്ങനെ എന്നെ എൻഗേജ്ഡ് ആക്കാൻ തന്നൊരു അസൈൻമെൻ്റ് ആണ്. അപ്പം അന്ന് കണ്ട ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിലുണ്ട്. കുട്ടികളുടെ പാരൻസ് വരുന്നത്, ഇപ്പം ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ LKGയിലേക്ക് പോകുന്ന അച്ഛന്മാരും അമ്മമാരും സ്കൂൾ ജീപ്പ് ഡ്രൈവേഴ്സും അങ്ങനെ കുറേ ആളുകൾ വന്നു പോവും. നമ്മുടെ സ്കൂളിൽ തന്നെ ആയമാർ, ചേച്ചിമാർ, സാറുമാർ, കുട്ടികൾ. അപ്പം അങ്ങനെ അതന്നെയായിരുന്നു കുറച്ച് വായ നോക്കാന്നുള്ളതിന്റെ ഒരു വേറൊരു വേർഷൻ, ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് അങ്ങനെ ഒരു ജോലിക്ക് സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു ലഞ്ച് ബ്രേക്കിന്. അപ്പം അതൊക്കെ അതെ 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 നമ്മൾ ഭംഗിയുള്ള എന്ത് കണ്ടാലും നോക്കി ആസ്വദിക്കണം എന്നുള്ളതാണ്.